ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ഇന്ന് സൂപ്പർ സൺഡേ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഉച്ചയ്ക്ക്. മത്സരം ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ. മികച്ച ഫോം തുടരുന്ന ഇന്ത്യക്ക് മത്സരത്തിൽ മുൻതൂക്കം. തെലങ്കാനയിലെ ടണൽ അപകടത്തിൽ രക്ഷാദൌത്യത്തിന് സൈന്യവും. നാഗർ കുർണൂലിലെ ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത് 8 പേർ. വെള്ളവും ചെളിയും രക്ഷാദൌത്യം ദുഷ്കരമാക്കുന്നതായി റിപ്പോർട്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില അതീവ ഗുരുതരം. ശ്വാസതടസ്സമുള്ളതായി ജമേലി ആശുപത്രി. ജീവൻ നിലനിർത്താൻ കൂടിയ അളവിൽ ഓക്സിജൻ നൽകുന്നതായി ഡോക്ടർമാർ. തിരുവനന്തപുരത്ത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നു. മരിച്ചത് നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മിസോറാം സ്വദേശി വാലന്റീൻ. സഹപാഠി കസ്റ്റഡിയിൽ. കൊലപാതക കാരണം മദ്യപാനത്തിനിടയിലെ തർക്കം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനുള്ള 2ാം പട്ടികയായി. 81 കുടുംബങ്ങൾ കരട് പട്ടികയിൽ. ടൗൺഷിപ്പിലെ കുടുംബങ്ങളുടെ എണ്ണം 323ആയി. പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധവുമായി ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി. ദുരന്ത ഭൂമിയിൽ ഇന്ന് കുടിൽ കെട്ടി സമരം. ആശമാരുടെ സമരത്തെ BJP കൂടി പിന്തുണച്ചതോടെ പ്രതിസന്ധിയിലായി സർക്കാർ. മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തണമെന്ന് ഇടതുമുന്നണിയിലും ആവശ്യം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം 14ാം ദിവസത്തിൽ. സംസ്ഥാനത്തെ 28 വാർഡുകളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ്. കാസർകോട്ടെ കോളിക്കുന്ന്, പള്ളിപ്പാറ വാർഡുകളിൽ LDFന് എതിരില്ലാത്ത ജയം. വോട്ടെടുപ്പ് നടക്കുന്നതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം ഡിവിഷനും. കൊട്ടാരക്കരയിലും താമരശ്ശേരി ചുരത്തിലും വാഹനാപകടങ്ങളിൽ 3 മരണം. താമരശ്ശേരി ചുരത്തിൽ ബൈക്ക് കൊക്കയിൽ വീണ് മരിച്ചത് തോടന്നൂർ സ്വദേശി. കൊട്ടാരക്കരയിൽ ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് മയ്യനാട് സ്വദേശി മരിച്ചു. തൃത്താലയിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 1 വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന് അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12-ന് ചങ്ങനാശ്ശേരി. ജർമ്മനിയിൽ ഇന്ന് പൊതുതെരഞ്ഞെടുപ്പ്. 6 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. വലതുപക്ഷ സഖ്യം അധികാരത്തിലെത്തുമെന്ന് പ്രീ പോൾ ഫലങ്ങൾ. ഇടതു പാർട്ടികൾക്ക് കനത്ത തിരിച്ചടിയെന്നും സൂചന. ഇന്ന് സൂപ്പർ സൺഡേ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം ഇന്ന്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. കണക്കിലും നിലവിലെ ഫോമിലും ഇന്ത്യക്ക് നേരിയ മുൻതൂക്കമുണ്ട്. ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡിനെതിരെ വമ്പൻ തോൽവി വഴങ്ങിയാണ് പാകിസ്ഥാൻ എത്തുന്നതെങ്കിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വരവ്. പാകിസ്ഥാനെ കീഴടക്കി സെമിഫൈനൽ പ്രവേശം ഉറപ്പാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. എന്നാൽ മറുവശത്ത് പാകിസ്ഥാന്റെ പോരാട്ടം നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. 29 വർഷങ്ങൾക്ക് ശേഷം സ്വന്തം നാട്ടിൽ നടക്കുന്ന ഒരു ICC ടൂർണമെന്റിൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തേക്കുള്ള വഴിയാകും ഇന്ത്യയോട് തോറ്റാൽ മുഹമ്മദ് റിസ്വാനെയും സംഘത്തെയും കാത്തിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ബോളർമാരും ബാറ്റർമാരും ഫോമിൽ. പാകിസ്ഥാന്റെ സ്ഥിതി ഇതല്ല. ബാറ്റിംഗിലെ മെല്ലെപ്പോക്കാണ് പാകിസ്ഥാന് ആദ്യ മത്സരത്തിൽ തിരിച്ചടിയായത്. ഇതിനു പുറമെ സ്റ്റാർ ബാറ്റർ ഫഖർ സമാൻ പരിക്കേറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായതും ടീമിന് കനത്ത തിരിച്ചടിയാണ്. ഫാസ്റ്റ് ബോളർമാരായ ഷഹീൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ്, നസീം ഷാ സഖ്യത്തിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ്. എന്നാൽ കിവീസിനെതിരെ മൂവർ സംഘത്തിന് തിളങ്ങാൻ സാധിച്ചില്ല. കിവീസിനെതിരെ മെല്ലെപ്പോക്കിന് പഴികേറ്റ മുൻ നായകൻ ബാബർ അസമിനും ഇന്ത്യക്കെതിരായ മത്സരം വ്യക്തിപരമായി നിർണായകമാണ്. അതേസമയം വലിയ ഇന്നിംഗ്സ് കളിക്കാൻ സാധിക്കാതെ വലയുന്ന മുൻ നായകൻ വിരാട് കോഹ്ലിയുടെ ഫോം ഇന്ത്യക്കും ആശങ്കയാണ്. ബുംറയുടെ അഭാവത്തിൽ പകരക്കാരന്റെ കുപ്പായത്തിലെത്തിയ ഹർഷിത് റാണ ബംഗ്ലാദേശിനെതിരെ തിളങ്ങിയത് ഇന്ത്യക്ക് ആശ്വാസമാണ്. ദുബായിലെ പിച്ച് വേഗം കുറഞ്ഞതായതിനാൽ തന്നെ സ്പിന്നർമാരുടെ പ്രകടനം നിർണായകമാകും. 5 സ്പിന്നർമാരുള്ള ഇന്ത്യക്ക് ഇത് അനുകൂല ഘടകമാണ്.
എന്നാൽ പോരാട്ടം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാകുമ്പോൾ അവിടെ കണക്കുകൾക്കോ ഫോമിനോ യാതൊരു പ്രസക്തിയുമില്ലെന്നതാണ് ചരിത്രം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. തെലങ്കാനയിലെ നാഗർ കുർണൂലിൽ ടണൽ ഇടിഞ്ഞുണ്ടായ അപകടത്തിൽ കുടുങ്ങിയ 8 പേരെ രക്ഷിക്കാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. എന്നാൽ ദൗത്യം അതീവ ദുഷ്കരമാണ്. സൈന്യം രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിറങ്ങി. വിവരങ്ങളുമായി ER രാഗേഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുടുങ്ങിക്കിടക്കുന്നവർക്ക് അരികിലേക്ക് എത്തുന്നതിന് മുൻപായി വലിയ രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. അതൊരു ദൗത്യത്തെ മുഴുവൻ ദുഷ്കരമാക്കുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത്? എത്ര കണ്ട് ശുഭപ്രതീക്ഷയുണ്ട് ഇവരെ രക്ഷിക്കാമെന്ന്? ശ്രീജ, ദുഷ്കരമാണ് ഈ രക്ഷാപ്രവർത്തനം. കാരണം അക്കാര്യം NDRFന്റെ ഡെപ്യൂട്ടി കമാൻഡറിന്റെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ്. കാരണം നിലവിൽ ഈ പറയുന്ന ടണലിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 44 കിലോമീറ്ററാണ്. ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഏതാണ്ട് 13 കിലോമീറ്റർ അകത്ത് വെച്ചാണ് ഈ അപകടം നടന്നിട്ടുള്ളത്, മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. NDRF ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇതിൻ്റെ 11 കിലോമീറ്റർ അടുത്ത് വരെ എത്തി, പക്ഷേ അവശേഷിക്കുന്ന 2 കിലോമീറ്റർ ദൂരത്ത് ഇതുവരെ പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ഈ മണ്ണിടിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെ വലിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ വലിയ ചളി നിറഞ്ഞ അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഏതാണ്ട് കാൽമുട്ട് വരെ ചെളിയുള്ള അവസ്ഥയുണ്ട്, 4 അടിയോളം ചെളിയുണ്ട്. അപ്പോൾ അത് നീക്കം ചെയ്യുക എന്ന ദൗത്യമാണിപ്പോൾ സൈന്യത്തിന് മുമ്പിലുള്ളത്, NDRFന് മുമ്പിലുള്ളത്. അതിനായി പംസെറ്റുകളടക്കം എത്തിച്ചിട്ടുണ്ട്. ആ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാത്രവുമല്ല, NDRF കമാൻഡർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 11 കിലോമീറ്റർ അടുത്ത് വരെ എത്തി, അതിനുശേഷമുള്ള 2 കിലോമീറ്റർ ഈ മണ്ണിടിഞ്ഞ് നിൽക്കുന്നു. മാത്രമല്ല, അവിടെ വെച്ച് ഈ ആളുകളുടെ കുടുങ്ങിക്കിടക്കുന്ന 8 പേരുടെ പേരുകളൊക്കെ തന്നെ വിളിച്ചു നോക്കി, പക്ഷേ ഒരു പ്രതികരണവും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സൈന്യത്തിൻ്റെ രക്ഷാസംഘത്തിൻ്റെ മുന്നിലുള്ള പോംവഴി ഇതിലെ ചളി അല്ലെങ്കിൽ ഈ വെള്ളം വറ്റിക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്നായി ആദ്യഘട്ടത്തിൽ സൈന്യം സൂചിപ്പിച്ചിരുന്നത് ഈ തുരങ്കം അത് മുകൾ ഭാഗത്ത് തുരക്കുക എന്നാണ്. പക്ഷേ പാറക്കെട്ടുകളാണ്, ഏതാണ്ട് 400 മീറ്റർ താഴ്ചയുണ്ട് ഈ ടണലിലേക്ക്. പക്ഷേ അങ്ങനെ തുരക്കുമ്പോൾ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് ആ നീക്കം ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെളി നീക്കുക, ഒപ്പം തന്നെ പംസെറ്റുകൾ ഉപയോഗിച്ച് ഇത് നീക്കം ചെയ്യുക എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ സൈന്യം ഏതായാലും ഈ ഘട്ടത്തിൽ പരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് രക്ഷാദൗത്യം ദുഷ്കരം എന്ന് ഈ ഘട്ടത്തിൽ പറയാനുള്ള സാധ്യതയും. ഏതായാലും ഇന്നലെ രാവിലെ 8 മണിയോടുകൂടി ഉണ്ടായ അപകടമാണ്, 8:30 അപകടമുണ്ടായത്. 8 മണിയോടുകൂടിയാണ് ഈ 60 പേരടങ്ങുന്ന സംഘം അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തത്. അതിൽ ഫ്രണ്ട് പൊസിഷനിലുണ്ടായിരുന്ന 8 പേരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവർ ജാർഖണ്ഡ്, ഒപ്പം തന്നെ ഉത്തർപ്രദേശ്, പഞ്ചാബ് സ്വദേശികളാണ് എന്നാണ് ഇപ്പോൾ ഈ കമ്പനി അധികൃതർ, ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന ടണലിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി നൽകുന്ന വിശദീകരണം. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി ചർച്ച നടത്തി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. NDRFന്റെ ഏതാണ്ട് 140 പേരടങ്ങുന്ന സംഘമാണിപ്പോൾ നാഗർ കുർണൂളിൽ ഉള്ളത്. ഒപ്പം തന്നെ SDRFന്റെയും 100-ലധികം സംഘവും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ വെല്ലുവിളിയായി തുടരുന്നത് ഇത്തരത്തിൽ ചെളി നിറഞ്ഞിരിക്കുന്നതും വെള്ളക്കെട്ട് രൂപപ്പെട്ടതുമാണ്. ശ്രീജ. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. വലിയൊരു അപകടമാണ്. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായ സാഹചര്യത്തിലും സൈന്യം കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഈ കുടുങ്ങിക്കിടക്കുന്നവരുടെ ജീവൻ ഏത് വിധേനയും രക്ഷിക്കാനായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതോടെ ഓക്സിജൻ നൽകുന്നുണ്ട്. രക്തപരിശോധനയിൽ അനീമിയ കണ്ടെത്തി. ഇതോടുകൂടി അദ്ദേഹത്തിന് പ്ലേറ്റ്ലെറ്റ് പ്രശ്നങ്ങൾ ഉള്ളതിനാൽ രക്തം നൽകേണ്ടി വന്നു. രഞ്ജിത്ത് രാമേന്ദ്രൻ വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഒരു ഘട്ടത്തിൽ പാപ്പ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് ഏവരും കരുതിയതാണ്. അതിൻ്റെ ഒരു ആശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് ഗുരുതരമായൊരു ശ്വാസതടസ്സം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ് അറിയുന്നത്. ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും 130 കോടി വിശ്വാസികളുടെ ഒരു പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഇപ്പോൾ മാർപ്പാപ്പ തൻ്റെ ജീവൻ നിലനിർത്തുന്നത് എന്ന് വേണം തൽക്കാലം വിശ്വസിക്കാൻ. കാരണം അത്രത്തോളം അതീവ ഗുരുതരമാണ് മാർപ്പാപ്പയുടെ അവസ്ഥ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരം വാർത്തകളാണ് ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ചയായി അദ്ദേഹം ചികിത്സയിലാണ് ഇവിടെ. ഇന്നലെയാണ് വളരെ പ്രധാനപ്പെട്ട മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നത്. അതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നത് അതീവ ഗുരുതരാവസ്ഥയിലാണ് മാർപ്പാപ്പ
എന്നും രക്തത്തിൻ്റെ കുറവുണ്ട്, രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കുറവുണ്ട്, പ്ലേറ്റ്ലെറ്റ് നൽകുന്ന ഒരു പശ്ചാത്തലം ഇന്നലെ ഉണ്ടായി. ആദ്യമായി ഈ 2 ആഴ്ച ചികിത്സയ്ക്കിടയിൽ ആദ്യമായി അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസം നൽകേണ്ട ഒരവസ്ഥ കൂടി വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഏതായാലും വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘം 24 മണിക്കൂറും മാർപ്പാപ്പയ്ക്കൊപ്പമുണ്ട്, ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമത്തിലുമുണ്ട് എന്നുള്ളതാണ്. ജമലി ആശുപത്രിയുടെ 10ാം നിലയിലെ പ്രത്യേക മുറിയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. ആശുപത്രിക്ക് പുറത്ത് വിശ്വാസികൾ കഴിഞ്ഞ 2 ആഴ്ചയായി വിശ്വാസികളുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ കാണാം. നമുക്കറിയാം, സാധാരണയായി വത്തിക്കാൻ മാർപ്പാപ്പ, ഇതിനു മുൻപുള്ള മാർപ്പാപ്പമാരൊക്കെ ഗുരുതരാവസ്ഥയിലാകുമ്പോൾ കൃത്യമായ ഒരു വിവരം, ചികിത്സാ വിവരം പുറത്തുവിടാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അത്തരം കാര്യത്തിൽ അദ്ദേഹത്തിന് ചില കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, വിശ്വാസികളെ, തന്നെ ഇഷ്ടപ്പെടുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് കൃത്യമായ വിവരം പുറത്തുവിടണം എന്ന ആവശ്യം അദ്ദേഹം ഉന്നയിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ മെഡിക്കൽ ബുള്ളറ്റിൻ അടക്കം പുറത്തുവിട്ട് വിശ്വാസികൾക്ക് ആവശ്യമായ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, വത്തിക്കാനിൽ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്ന ദിവസമാണ്. തുടർച്ചയായ 2ാമത്തെ ഞായറാഴ്ചയാണ് മാർപ്പാപ്പ ഇല്ലാതെ, നേതൃത്വത്തിലില്ലാതെ പ്രാർത്ഥനാ ചടങ്ങ് നടക്കുന്നത്. അതിൻ്റെ വലിയ സങ്കടത്തിലും പ്രയാസത്തിലുമൊക്കെയാണ് വിശ്വാസികൾ എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇത് ഈ പറഞ്ഞതുപോലെ അപകടനില തരണം ചെയ്തിട്ടില്ല, ഇന്നലത്തേതിനേക്കാൾ കുറച്ചുകൂടി കാര്യങ്ങൾ വഷളായി എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്ന പശ്ചാത്തലമുണ്ട്. ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്, ഉയർന്ന അളവിൽ അദ്ദേഹത്തിന് ഓക്സിജൻ നൽകിയെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പ്ലേറ്റ്ലെറ്റ് പീനിയ എന്ന കണ്ടീഷനിൽ കൂടി അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ട്. ഈ അണുബാധയാണ് മാർപ്പാപ്പയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പുറത്തു പറയുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുൻപ് ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നും അദ്ദേഹം തന്നെ ഭക്ഷണം കഴിക്കുകയും എഴുന്നേറ്റിരിക്കുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആശുപത്രിയിലെത്തി മാർപ്പാപ്പയെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് രോഗമുക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ കണ്ടു എന്നുള്ള വിവരം അദ്ദേഹം പങ്കുവെക്കുകയും മറ്റും ചെയ്തു. ഏതായാലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് ആകെ ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും കാര്യങ്ങൾ അത്ര സുഖകരമല്ല. അപ്പോഴും വിശ്വാസികൾ തങ്ങളുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ആശുപത്രിക്ക് പുറത്തും ലോകമെമ്പാടും തുടരുകയാണ്. ശ്രീജ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. പാലക്കാട് തൃത്താലയിൽ വാഹനാപകടത്തിൽ 1 വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരികയായിരുന്ന കാറും പൊന്നാനി പട്ടാമ്പി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. എം വിഷ്ണു വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴായിരുന്നു അപകടം? ഈ കാറിൽ മറ്റാരൊക്കെയാണ് ഉണ്ടായിരുന്നത്? അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ശ്രീജ, ഇന്ന് രാവിലെ 6:45 കൂടിയാണ് തൃത്താലയിൽ ഈ വലിയൊരു അപകടമുണ്ടായത്. നെടുമ്പാശ്ശേരി നിന്നും 8-അംഗ സംഘം പട്ടാമ്പിയിലേക്കുള്ള യാത്ര മധ്യയാണ് തൃത്താലയിൽ വെച്ച് അപകടമുണ്ടായത്. പട്ടാമ്പി സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. ഇതിൽ 2 കുട്ടികളും 6 വലിയ ആൾക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 1 വയസ്സുള്ള കുട്ടിക്ക് അപകടത്തിൽ ദാരുണത സംഭവിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരിച്ചു. കാറിന്റെ മുൻവശത്തെ സീറ്റായിരുന്നു കുട്ടി ഇരുന്നിരുന്നത്. സ്വകാര്യ ബസ്സും കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പുലർച്ചെ തന്നെ ഡ്രൈവർ ഉറങ്ങിയതാണോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇതിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 3 പേരെ ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് 3 പേരെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പട്ടാമ്പിയിലുള്ള 3 പേരെയും കൂടി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ വിവരങ്ങൾ പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. ശരി വിഷ്ണു. ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിലാണ് 1 വയസ്സുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം സംഭവിച്ചത്. കാറിൽ 6 പേർ ഉണ്ടായിരുന്നു എന്നതാണ് വിവരങ്ങൾ. അതിൽ 2 കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടായിരുന്നു. 2 കുഞ്ഞുങ്ങളിൽ 1 കുഞ്ഞാണ് അപകടത്തിൽ മരിച്ചത്. താമരശ്ശേരി ചുരത്തിൽ യുവാവ് കൊക്കയിലേക്ക് വീണ് മരിച്ചു. തോടന്നൂർ സ്വദേശി അമൽ ആണ് കൊക്കയിൽ വീണ് മരിച്ചത്. താമരശ്ശേരി ചുരം 9-ാം വളവിന് സമീപമായിരുന്നു അപകടം. വയനാട്ടിലേക്ക് വിനോദയാത്ര പോയതായിരുന്നു അമൽ അടങ്ങുന്ന സംഘം. 13 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇത് അപകടത്തിൻ്റെ ഒരു പുലർച്ചെയാണെന്ന് പറയാം. കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട ബുള്ളറ്റ് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ഒരാൾ മരിച്ചു. മയ്യനാട് സ്വദേശി കാർലോസ് ആണ് മരിച്ചത്. കൊട്ടാരക്കര പുനലൂർ റോഡിൽ വിജയാസ് ആശുപത്രിക്ക് സമീപം രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. കാർലോസിനൊപ്പമുണ്ടായിരുന്ന സഹോദരന്റെ മകൾ ജാനിസ് ജോൺസണ് പരിക്കേറ്റു. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതികളെ മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കും. പോസ്റ്റ് മുറിച്ച് ആക്രിയാക്കി വിറ്റ് പണമാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും അതിനുവേണ്ടിയാണ് പോസ്റ്റ് പാളത്തിൽ വെച്ചതെന്നുമാണ് പ്രതികൾ പോലീസിന് നൽകിയ
മൊഴി. എസ് വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് ഒരു തവണയല്ല 2 തവണ കൊണ്ടുവയ്ക്കുകയും അവസാനം ഇത് വിൽക്കാനായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നുണ്ട് ഈ മൊഴി. ഒരു പക്ഷേ അത് യഥാസമയം പോലീസ് കണ്ടില്ലായിരുന്നെങ്കിൽ എത്ര വലിയ അപകടത്തിലേക്ക് വഴിവെക്കുമെന്ന ധാരണ ഇവർക്കുണ്ടോ? തീർച്ചയായും ശ്രീജ, വളരെ ഞെട്ടലോടെയുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിൽ 2 പേരാണ് പിടിയിലായത്. കൊല്ലം സ്വദേശികളാണ്. രാജേഷ്, അതുപോലെ തന്നെ അരുൺ എന്നിവരാണ് കുണ്ട്രയും പെരുമ്പുഴയും സ്വദേശികളാണ് ഇരുവരും. അപ്പോൾ ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം പോലീസ് കൃത്യമായി പരിശോധിച്ചു എന്നുള്ളതാണ് ശ്രീജ എടുത്തു പറയേണ്ടത്. നിരവധി ക്രിമിനൽ കേസിൽ പ്രതികളാണ് ഇവര്. അതുപോലെ ഒരു SI മർദ്ദിച്ച കേസ് ഒക്കെ നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ മോഷണമായിരുന്നു ഇതിന്റെ പിന്നിൽ എന്നാണ് പോലീസിന് ആദ്യം മൊഴി നൽകിയത്. പക്ഷേ പോലീസ് ഇത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കൃത്യമായിട്ട് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ഇനിയിപ്പോൾ തെളിവെടുപ്പ് പോലെയുള്ള ഒരുപാട് നടപടിക്രമങ്ങൾ പോലീസിന് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് അറിയുന്നത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിനു ശേഷമാകും കസ്റ്റഡിയിൽ വാങ്ങുക. കസ്റ്റഡിയിൽ എടുത്തിട്ട് വിശദമായ ചോദ്യം ചെയ്യലും കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട് എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് മേധാവിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും വലിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറി എന്നുള്ളതാണ്. ഇവരുടെ മൊഴി പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് എടുത്തു പറയുന്നത്. ശരി, പിടിയിലായവരെ ഇന്ന് എന്തായാലും കോടതിയിൽ ഹാജരാക്കുകയാണ്. ഈ വാദം പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. ഇതിൻ്റെ ഈ പ്രതികൾ 2 പേരുടെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെയാണ് കൂടുതലായി ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരുന്നത്. നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലാണെന്ന് പറയാം. നാളെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. സംസ്ഥാനത്തെ 28 തദ്ദേശ വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 30 തദ്ദേശ വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത്. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ ഗ്രാമപഞ്ചായത്തിലെ കോളിക്കുന്ന്, ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പള്ളിപ്പാറ തുടങ്ങിയ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭാഗമായ ശ്രീവരാഹം വാർഡിലേക്കും 2 ബ്ലോക്ക് പഞ്ചായത്ത്, 3 മുനിസിപ്പാലിറ്റി, 22 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 52 സ്ത്രീകൾ ഉൾപ്പെടെ 87 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 77 പോളിംഗ് ബൂത്തുകളിലായി 59,116 വോട്ടർമാരാകും വോട്ട് രേഖപ്പെടുത്തുക. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതലാകും വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ. വോട്ടെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പോളിംഗ് കേന്ദ്രങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കും. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കിയായിരുന്നു LDFന്റെയും UDFന്റെയും BJPയുടെയും പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 28 വാർഡുകളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം എല്ലാ മുന്നണികളും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ശശി തരൂർ വിവാദങ്ങളിലൊന്നും അങ്ങനെ ഒരു പൊടിക്ക് അടങ്ങാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കമാൻഡുമായി രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് ചർച്ച നടത്തിയപ്പോൾ എല്ലാവരും കരുതിയത് പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങുകയാണെന്നാണ്. പക്ഷേ ഇപ്പോൾ തരൂർ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പറയുന്നത് കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട്, ഘടകകക്ഷികൾ അതൃപ്തരാണ്, തനിക്ക് മുന്നിൽ വേറെ വഴികളൊക്കെ ഉണ്ട് എന്ന് തരൂർ പറയുമ്പോൾ മറ്റൊരു വലിയ വിവാദത്തിനാണ് ഇപ്പോൾ തരൂർ തിരികൊളുത്തിയിട്ടുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ PC ജോർജ് നാളെ പോലീസിന് മുൻപാകെ ഹാജരാകും. ഹാജരായാൽ അറസ്റ്റ് ഉണ്ടാകും. ജോർജിന് എന്തായാലും പുതിയ നോട്ടീസ് നൽകേണ്ടതില്ലെന്നാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെയാണ് 2 മണിക്ക് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് PC ജോർജിന് നോട്ടീസ് പോലീസ് ഇഷ്യൂ ചെയ്യുന്നത്. 2 തവണ ജോർജിന്റെ വീട്ടിലെത്തിയെങ്കിലും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് തിങ്കളാഴ്ച ഹാജരാകാമെന്ന് കാണിച്ച് PC ജോർജ് നൽകിയ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് നാളത്തേക്ക് നടപടിക്രമങ്ങൾ മാറ്റിയത്. എന്തായാലും പുതിയൊരു നോട്ടീസ് ഒന്നും നൽകേണ്ടെന്ന തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. നാളെ ഹാജരായാൽ ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്താനായിരിക്കും പോലീസ് ആലോചിക്കുന്നത്.
ചാനൽ ചർച്ചയ്ക്കിടെ നടത്തിയ പരാമർശത്തിലാണ് ജോർജിനെതിരെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് പോകുന്നത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ വലിയ ഇളവുകളൊന്നും ഉണ്ടാകില്ല, നാളെ അറസ്റ്റിലേക്ക് സുപ്രീം കോടതിയിലേക്ക് നീങ്ങണോ എന്ന കാര്യത്തിലൊക്കെ ആലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. നാളെ എന്തായാലും ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും നാളെ അറസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലേക്ക് പോകില്ല PC ജോർജ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമപരമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള നീക്കമാണ് ഉള്ളത്. അതായത് പോലീസിന്റെ നടപടികൾക്ക് വഴങ്ങുക എന്ന നിലയിലേക്ക് PC ജോർജ് എത്തുന്നു. ആകെ ഇന്നലെ ഷോൺ ജോർജ് അടക്കം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, PC ജോർജിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങളുണ്ട്. ഈ പരാമർശങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആലോചനകൾ ഉണ്ട്. അതാണ് പാർട്ടിയുമായി ആലോചിച്ച് കൂടുതൽ തീരുമാനമുണ്ടാകുക. എന്തായാലും പുതിയൊരു നോട്ടീസ് ഇനി നൽകേണ്ടതില്ല എന്നാണ് പോലീസും ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഒരു നോട്ടീസ് നൽകി, പക്ഷേ PC ജോർജ് അത് കൈപ്പറ്റാൻ അവിടെ ഉണ്ടായിരുന്നില്ല, കൈപ്പറ്റിയിട്ടില്ല. പക്ഷേ PC ജോർജ് തന്നെ പേരിൽ ഒരു കത്ത് തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇന്നലെ. അതാണ് ഷോൺ ജോർജ് എത്തിക്കായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇനി നോട്ടീസ് കിട്ടിയില്ല എന്ന വാദം PC ജോർജിന് ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇനി ഒരു പുതിയ നോട്ടീസിൻ്റെ കാര്യമില്ല. PC ജോർജ് നാളെ എത്തിയാൽ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. അറസ്റ്റ് ഇതിൻ്റെ സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ ചെയ്യുന്നതാണ്. കാരണം ഈ കുറ്റകൃത്യത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിട്ടയക്കാൻ കഴിയുന്ന കുറ്റകൃത്യമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യണം. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഹാജരാക്കുക. എന്തായാലും നാളെ ഉച്ചയ്ക്ക് മുൻപ് ഹാജരാകാമെന്നാണ് PC ജോർജ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി ജോർജ് ഈരാറ്റുപേട്ട പോലീസിന് മുന്നിൽ ഹാജരാകും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശ്രീജ. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. പുതിയ നോട്ടീസ് പോലീസ് നൽകില്ല, നാളെ ഹാജരായാൽ അറസ്റ്റ് ഉണ്ടാകും. അന്തരിച്ച CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഇന്നലെ CPM കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുടങ്ങി നിരവധി പേർ ഇന്നലെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. അട്ടപ്പാടിയിൽ അമ്മയെ മകൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. അരളിക്കോണം സ്വദേശി രേഷിയാണ് കൊല്ലപ്പെട്ടത്. മകൻ രഘുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന, എന്തായിരുന്നു ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. ശ്രീജ, കുടുംബ പ്രശ്നങ്ങളെ തുടർന്നാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. മകനാണ് സ്വന്തം അമ്മയെ ഇന്ന് രാവിലെ 4:30 തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. ഇയാൾ നേരത്തെ തന്നെ മാനസിക പ്രശ്നങ്ങളുള്ള ആളാണ്. ഇതിനെ തുടർന്ന് ചികിത്സയിലുമാണ്. ഈ ചികിത്സയിൽ ഇരിക്കെ തന്നെയാണ് അമ്മയെ ഇങ്ങനെ കുടുംബ പ്രശ്നത്തെ തുടർന്ന് തലക്കടിച്ച് കൊല്ലുന്നത്. എന്തായാലും വളരെ ഭീതിയിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. കാരണം അത്രയധികം നാടിനെ ഞെട്ടിക്കുന്ന ഒരു സംഭവം. സ്വന്തം മകൻ അമ്മയെ ക്രൂരമായി കൊല്ലുന്നു. ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ച് ഇന്ന് രാവിലെ പുലർച്ചെ 4:30 കൊലപ്പെടുത്തുന്നത്. ഇയാൾ മാനസിക പ്രശ്നങ്ങൾ നേരത്തെ മുതൽ തന്നെ ചികിത്സയിലായിരുന്നു. അങ്ങനെ ചികിത്സയിൽ കഴിയവേ തന്നെയാണ് എന്തായാലും ഇത്തരം ഒരു കൊലപാതകം നടക്കുന്നതും. ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഈ അമ്മയുടെ രേഷി എന്ന 55 വയസ്സുള്ള അമ്മയാണ് കൊല്ലപ്പെട്ടത്. ഈ അമ്മയെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അഗളിയിലെ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റും. ശ്രീജ. ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. 3ാം വർഷ വിദ്യാർത്ഥിയായ VL വാലന്റൈനാണ് കൊല്ലപ്പെട്ടത്. മിസോറാം സ്വദേശിയാണ് വാലന്റൈൻ. കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ ലസങ് സ്വാല കസ്റ്റഡിയിലായി. അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, കോളേജിലെ വിദ്യാർത്ഥികൾ മദ്യപിക്കുന്നതിനിടെ ഒരു തർക്കമുണ്ടാവുക, അത് കൊലപാതകത്തിൽ കലാശിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇത് ഒരു പെട്ടെന്നുള്ള പ്രകോപനമാണ് എന്നതാണോ പോലീസ് എത്തുന്ന നിഗമനം? ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. നഗരൂർ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജിലെ BTech സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. ഒരാൾ 3ാം വർഷവും ഒരാൾ 4ാം വർഷവും വിദ്യാർത്ഥികളായിരുന്നു. ഇവർ കോളേജിന് പുറത്തുള്ള ഒരു ഹോം സ്റ്റേ ആയിരുന്നു താമസിച്ചിരുന്നത്. രണ്ട് വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രി ഇവർ താമസിക്കുന്ന വീടിന് സമീപമുള്ള നെടുമ്പറമ്പ് ജംഗ്ഷനിൽ
ഒത്തുചേരുകയായിരുന്നു. ഈ സമയം ഇരുവരും മദ്യലഹരിയിലായിരുന്നു. എന്നാൽ ഇവർ ഒരുമിച്ചാണോ മദ്യപിച്ചത് എന്നുള്ള കാര്യങ്ങൾ പോലീസ് പറയുന്നില്ല. മാത്രമല്ല ഇവർ സംഘർഷമുണ്ടാവാനുണ്ടായ കാരണവും പോലീസ് മറ്റ് വിദ്യാർത്ഥികളുമായി സംസാരിച്ച് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. അതിന് കൃത്യമായ ഒരു വിവരം പോലീസ് പറയുന്നില്ല. ഈ വാലന്റൈന്റെ നെഞ്ചിലും ശരീരത്തിന് പുറകുവശത്തുമായി 3 കുത്തുകളാണ് ഉണ്ടായിരുന്നത്. എന്തായാലും മദ്യപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ശശി തരൂർ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റ് വഴികളുണ്ട്. കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ മൂന്നാമതും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ശശി തരൂർ തുറന്നടിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇന്ത്യൻ എക്സ്പ്രസിന്റെ പോഡ്കാസ്റ്റിനു നൽകിയ അഭിമുഖത്തിലാണ് തരൂർ തന്റെ നിലപാടുകൾ വളരെ കൃത്യമായി പറയുന്നത്. ഇനി അതിൽ അഭ്യൂഹങ്ങളോ അല്ലെങ്കിൽ ഊഹങ്ങളോ ഒന്നും വേണ്ട. കൃത്യമായി കോൺഗ്രസിൽ നേതൃപ്രതിസന്ധിയുണ്ട്, തന്റെ കഴിവുകൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല, തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട്. അതായത് തരൂർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. വെറുതെ അല്ല അദ്ദേഹം LDF സർക്കാരിനെ ഉൾപ്പെടെ പുകഴ്ത്തിയത് എന്ന് വേണ്ടേ നമ്മൾ എല്ലാം കൂടി വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കാൻ. ശ്രീജ, കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെയാണ് ശശി തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായേക്കുമെന്ന സൂചനകൾ ഉണ്ട് എന്ന വാർത്ത പുറത്തുവിട്ടത്. അതിനു പിന്നാലെയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ, പ്രത്യേക അഭിമുഖത്തിൽ ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പരമ്പരാഗത വോട്ട് ബാങ്ക് കൊണ്ട് ഒരിക്കലും ഇനി അധികാരത്തിലേക്ക് തിരികെ വരാൻ കോൺഗ്രസിന് കഴിയില്ല. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അത് സാധ്യമല്ല. അതിനപ്പുറത്തേക്ക് പാർട്ടിയുടെ കേഡർ വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള വോട്ടുകൾ കൂടി നേടിയാൽ മാത്രമേ അധികാരത്തിലേക്ക് കടന്നുവരാൻ കഴിയൂ. അതല്ല എങ്കിൽ തുടർച്ചയായി മൂന്നാമതും പരാജയം രുചിക്കേണ്ടി വരും കോൺഗ്രസിന് എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അവിടെ പ്രധാനമായുള്ള കാര്യം 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് തുടർച്ചയായി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒക്കെ കോൺഗ്രസിന് സംഭവിച്ചത് ആശയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ തന്നെയാണ്. അത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രം ഇനി അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് മറ്റ് പാർട്ടികളിലെ പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ കൂടി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്, സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പിക്കാനായാൽ മാത്രമേ വിജയം സാധ്യമാകുകയുള്ളൂ. അതിന് തന്റെ അനുഭവം തന്നെയാണ് മികച്ച ഉദാഹരണമെന്ന് കൂടി ശശി തരൂർ പറഞ്ഞു വെക്കുന്നുണ്ട്. തരൂർ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട്, വ്യവസായ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ലേഖനം എഴുതിയത്. ആ ലേഖനത്തിനെതിരെയാണ് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾ വലിയ വിമർശനവുമായി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി ജയിച്ചു വരുന്നത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റ് പാർട്ടിയിലെ അനുഭാവികളും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലം അത് പ്രധാനമായി ദേശീയ തലത്തിൽ തന്നെ പ്രയോജനപ്പെടുത്തണം. അവിടെയാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചാൽ ഒരിക്കലും ഇനി അധികാരത്തിലേക്ക് തിരികെ വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. അതോടൊപ്പം നേതൃപ്രതിസന്ധി കോൺഗ്രസിനെ അലട്ടുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ തന്റെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ നേതൃത്വം തയ്യാറാകുന്നില്ല എങ്കിൽ താൻ ഈ എഴുത്തിലൂടെയും അല്ലെങ്കിൽ മറ്റ് പ്രഭാഷണങ്ങളിലൂടെയുമൊക്കെ മറ്റ് ലോകരാജ്യങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളെ പാർട്ടി വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ തനിക്ക് മുമ്പിൽ മറ്റ് പല വഴികളും ഉണ്ട് എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വെക്കുമ്പോൾ അത് പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ലേഖന വിവാദം കെട്ടടങ്ങുന്നതിന് മുമ്പാണ് അദ്ദേഹം വീണ്ടും ഇംഗ്ലീഷ് ദിനപത്രത്തിന് ഇങ്ങനെയൊരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ലേഖനം എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ഏത് തരത്തിലായിരിക്കും പാർട്ടിയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇനി നിലപാട് വ്യക്തമാക്കുക എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യവും. ഡാൻ, അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോകുമെന്നല്ല പറയുന്നത്, മറിച്ച് എന്റെ കഴിവുകൾ പാർട്ടി ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി നിലനിൽക്കാം, അതല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യു ഷുഡ് നോട്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. ഐ ഹാവ് മൈ ബുക്സ്, സ്പീച്ചസ്, ഇൻവിറ്റേഷൻസ് ഫ്രം അക്രോസ് ദ വേൾഡ് ടു ഗിവ് എ ടോക്ക്. എനിക്ക് എന്റേതായ കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ടെന്നാണ് അദ്ദേഹം കൃത്യമായി പറയുന്നത്.
പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇന്റർവ്യൂവിൽ. അത് അമേരിക്കയിൽ സമാധാനമായി ജീവിക്കുകയായിരുന്ന എന്നെ രാഷ്ട്രീയത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവരാണ്. ഇപ്പോൾ ശ്രീ കെ വി തോമസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ വി തോമസ്, കേരളത്തിൽ ശശി തരൂർ ഉയർത്തിയ ഒരു വിവാദം ഒന്ന് കെട്ടടങ്ങി വന്നതേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണ് കരുതിയത്. പക്ഷേ ഇന്നിപ്പോൾ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിക്കുന്നത് കേരളത്തിൽ പാർട്ടിയിലുള്ള നേതൃപ്രതിസന്ധിയെക്കുറിച്ചാണ്. തനിക്കും തന്നോടൊപ്പമുള്ള മറ്റ് നേതാക്കൾക്കും പരാതിയുണ്ട്. ഘടകകക്ഷി നേതാക്കൾ തന്നോട് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ മൂന്നാമത്തെ തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്ന് തരൂർ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്നും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ പോലെ അല്ല ചിന്തിക്കാറുള്ളതെന്നൊക്കെ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ശശി തരൂർ ഇപ്പോൾ ഈ നിലപാട് വ്യക്തമാക്കുന്നത് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ ഈ തുറന്നു പറച്ചിലിനൊക്കെ പുറകിലുള്ളത്? പെട്ടെന്നൊരു പ്രകോപനം കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് എന്ന ഒരു കാഴ്ചപ്പാട് എനിക്കില്ല. കോൺഗ്രസിൽ കുറെ നാളുകളായി, പ്രത്യേകിച്ച് സോണിയാഗാന്ധി ഒരു ആക്റ്റീവ് പൊളിറ്റിക്സിന് മാറി നിന്ന സാഹചര്യത്തിൽ രാഹുൽ നേതൃത്വത്തിലേക്ക് കടന്നു വന്നപ്പോൾ വലിയ അസംതൃപ്തിയുണ്ട്. 2019 ഞാൻ രാഹുലിനെ കണ്ടതിന് ശേഷം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് സോണിയാഗാന്ധിയുമായിട്ട് അന്നും ഇന്നും എനിക്ക് നല്ല ബന്ധമുണ്ട്. ഇതുതന്നെയാണ് ശശി തരൂരിന്റെ പ്രശ്നം. ശശി തരൂർ 2009 കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഞാൻ തെൻഡൻപുരത്തിലാണ് സോണിയാഗാന്ധി മുമ്പിൽ വെച്ചാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഡിപ്ലോമാറ്റാണ്. അദ്ദേഹത്തെ മുഖം വ്യത്യസ്തമാണ്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ നേതൃത്വത്തിന് ഭയപ്പാട് അദ്ദേഹം നാളെ ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാൻ മുന്നോട്ട് വരുന്നത് ഭയപ്പാടുണ്ട്. പക്ഷെ ഒരു കാര്യം എല്ലാവർക്കും അറിയാം, അടുത്ത തവണ ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഇടതുമുന്നണി തന്നെ ആയിരിക്കും. ആ രീതിയിലെ രാഷ്ട്രീയമായ ഇന്നലെ ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരണപക്ഷവും കേന്ദ്ര ഗവൺമെന്റും പ്രതിപക്ഷവും ഒന്നിച്ചു നിന്നൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നത്. ശശിധരനെ പോലെയുള്ള ആളുടെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിയണം, അയാളെ കൂടെ കൊണ്ടുപോകാൻ കഴിയണം. അതല്ലാതെ പോകുന്നവരൊക്കെ പൊക്കോട്ടെ എന്നാണ് രാഹുലിന്റെ സമയം. എനിക്ക് അദ്ദേഹമായിട്ട് പ്രാന്ത ബന്ധമുള്ളവരെ അത് പക്വമായ സമീപനം എടുക്കാത്തതുകൊണ്ടാണല്ലോ കോൺഗ്രസിന്റെ എത്രയോ നേതാക്കന്മാർ വിട്ടുപോയി. അതിലെന്തെങ്കിലും പരിഭവമുണ്ടോ? കോൺഗ്രസ് താഴേക്ക് പോരുമ്പോഴും ഇത് ശക്തിപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ലേഖനം, അതായത് LDF സർക്കാരിനെയും അല്ലെങ്കിൽ വ്യവസായ വകുപ്പിനെയും ഒക്കെ പ്രകീർത്തിച്ചുണ്ടായ ലേഖനമൊക്കെ അപ്പോൾ യാദൃച്ഛികമല്ല എന്നാണോ അങ്ങ് വിശ്വസിക്കുന്നത്? അല്ല, അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെ ഞാൻ ചോദിക്കേണ്ടത്, പ്രതിപക്ഷ നേതാവ് ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്ന് നന്നായിട്ട് പ്രസംഗിച്ചു, നന്നായി അഭിപ്രായക്കാരൻ ഞാൻ. നമുക്ക് മുന്നോട്ട് പോകുന്ന കാര്യത്തെ ഒന്നിച്ച് നിൽക്കണം. അത് ശശി തരൂരാണ് പറഞ്ഞിരുന്നെങ്കിൽ ഏത് നടപടി എടുക്കാൻ പറയില്ലേ? ഞാൻ കണ്ണൂര് CPM-ന്റെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ ഞാനുള്ളത് ആദ്യമായിട്ട് പോകുന്നയാള്. എനിക്ക് രണ്ട് നടപടി അവിടെ വെച്ചല്ലേ തുടങ്ങുന്നത്. ഞാനിന്നും കോൺഗ്രസ് വിട്ടു പോയിട്ടില്ല. ഞാൻ സർക്കാരിന് വേണ്ടി, കേരള ഗവൺമെന്റിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ശശി തരൂർ നമ്മുടെ വലിയൊരു മുഖമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ പുറത്ത് നമുക്ക് കാണിക്കാവുന്ന ഒരു മുഖമാണ്. അത് വേണോ വേണ്ടെന്ന് കോൺഗ്രസ് ആലോചിക്കണം. അതായത് താങ്കളുടെയൊക്കെ ഒരു വഴിയിലാണ് തരൂർ എന്നാണോ താങ്കൾക്ക് പെട്ടെന്ന് തോന്നുന്നത് എന്ന് ഞാൻ പറയുന്നത്? പക്ഷെ കോൺഗ്രസിനകത്ത് വളരെയധികം ആളുകളുണ്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസ് ശക്തമായ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ യെച്ചൂരിയുടെ അടുത്തൊരാളാണ്. യെച്ചൂരി ഉൾപ്പെടെ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനവും കോൺഗ്രസ് ഏറ്റുമുട്ടുമ്പോഴും ദേശീയ തലത്തിൽ കോൺഗ്രസിന് മുന്നിൽ നിന്ന് നയിക്കണം എന്ന് പറഞ്ഞാണ് യെച്ചൂരി. പക്ഷെ എന്താ കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടില്ല. BJP-ന്റെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കോൺഗ്രസാണ്, വേറെ ആരുമല്ല. ശശി തരൂരിന് വലിയ പരാതിയുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രാഗൽഭ്യം വേണ്ട രീതിയിൽ പാർട്ടി ഉപയോഗിക്കുന്നില്ല. ഇത്രയും തവണ MP ആയ ഒരാളാണ്. പക്ഷെ എന്നിട്ട് പോലും അർഹമായ അദ്ദേഹത്തിന് ഒരു പരിഗണന കിട്ടുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാതികളിലൊന്ന്. പക്ഷേ അങ്ങനെയൊന്ന് താങ്കളെ പോലെ ഒരു കോൺഗ്രസിൽ ദീർഘകാലം പ്രവർത്തിച്ച ഉന്നത പദവികളിലൊക്കെ ഇരുന്ന ഒരാളാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഒരു അർഹിക്കുന്ന പരിഗണന അദ്ദേഹത്തിന് കിട്ടുന്നില്ലേ പാർട്ടിയിൽ? നമ്മൾ ഈ പുതിയ പാർലമെന്റ് വന്നതിന് ശേഷം, ഈ സെഷൻ തുടങ്ങിയതിനു ശേഷം എത്ര പ്രാവശ്യം ശശി തരൂരിനെ പോലെ ഒരാൾക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞവിടെ? അവിടെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി വന്നത് പ്രതിപക്ഷത്തിന് കൊടുക്കുന്നതാണ്. ആർക്കാ കൊടുത്തത്? ആരാ എടുത്തത്? ഇപ്പൊ തന്നെ വലിയ ഉത്തരവാദിത്വമുള്ള ഒരാൾക്ക് തന്നെ അത് വീണ്ടും കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ശശി തരൂരിനെ പോലെ
പാർലമെന്റിൽ നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിയുന്ന, പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ പ്രയോജനപ്പെടുത്തുന്നില്ല. വിവിധ കമ്മിറ്റികളിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. അവരൊക്കെ അവിടെ ഒറ്റപ്പെട്ട് നിൽക്കല്ലേ? ആരൊക്കെയാണ് പാർലമെന്റിൽ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി, പ്രതിപക്ഷത്തിന് വേണ്ടി പ്രസംഗിക്കുന്നത്? നിങ്ങളൊക്കെ കേട്ടുകൊണ്ടേ. അവർ പലരും പറയുന്നത് അവർക്കും മനസ്സിലാവുന്നില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല. തരൂർ പാർട്ടി വിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അദ്ദേഹം പലതരത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ മറ്റൊരു സ്പേസിലേക്ക്, ഒരു അർഹിക്കുന്ന സ്പേസിലേക്ക് കൊണ്ടുവരാൻ താങ്കളെപ്പോലെയുള്ള സുഹൃത്തുക്കൾ മുൻകൈ എടുക്കുമോ? ഞാൻ അദ്ദേഹവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് വിട്ടുപോകരുത്, ഇത് ദേശീയ പാർട്ടിയാണ്, അവിടെ നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തേക്ക് അവിടെ നിലം തൊടിയിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സമീപനമാണ് അദ്ദേഹം എടുക്കുന്നത്? ഏതായാലും അദ്ദേഹം ഒരു കാരണവശാലും BJP-യിലേക്ക് പോകരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. കാരണം വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. ചിലപ്പോൾ അധികാരത്തിന്റെ അപ്പക്കങ്ങൾ വീഴ്ചയേക്കാം. പക്ഷെ അതല്ലല്ലോ നമുക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ശരീരത്തിന് കാണുമ്പോഴൊക്കെ പറയും, നിങ്ങളൊരു ദേശീയ നേതാവാണ്, ദേശീയ കാഴ്ചപ്പാടുള്ള ആളാണ് എന്ന് അദ്ദേഹത്തിന്. പക്ഷേ എന്റെ ഉപദേശം തന്നെ സ്വീകരിക്കണമെന്നൊന്നുമില്ല. അദ്ദേഹം എത്രയോ പ്രഗത്ഭരായ ആളുകളുമായി ബന്ധപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന് ഇടതുപക്ഷത്തോട് താല്പര്യമുണ്ട്. ഇപ്പോൾ താങ്കളൊക്കെ അവിടെ വളരെ കംഫർട്ടബിൾ ആയി ഇരിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഈ സംഭാഷണങ്ങളിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അദ്ദേഹത്തിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് നല്ല ബന്ധമാണുള്ളത്. കേരളത്തിന്റെ വികസന കാര്യത്തിൽ മുഖ്യമന്ത്രി നിലപാടിനോട് യോജിച്ചു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ആരാ ഇത്രയും വലിയ വികസനം അവർ നേതൃത്വം കൊടുത്തിട്ടുള്ളത്? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നമ്മുടെ ദേശീയവാദ വികസനം നടക്കുമോ? വിഴിഞ്ഞം ഉമ്മൻചാണ്ടി കൊണ്ടുവന്നെങ്കിലും അത് യാഥാർത്ഥ്യമാക്കിയത് പിണറായി വിജയനല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് വലിയ താല്പര്യമുള്ള ഒരാളാണ് ശശി തരൂര്. അത് കേരളം വളരെ മുന്നോട്ട് കുതിക്കുകയാണ്. ആ കുതിപ്പിനോടൊപ്പം പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ കേരളത്തിന്റെ കുതിപ്പ് ഇന്ന് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ഇൻവെസ്റ്റേഷൻ മീറ്റിൽ വന്നത്. ശശി തരൂർ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചാൽ താങ്കൾ ഉൾപ്പെടെ ഇടതുപക്ഷത്തേക്ക് സ്വാഗതം ചെയ്യുമോ? അല്ലെങ്കിൽ താങ്കളെ പോലെ ഒരാൾ മുൻകൈ എടുക്കുമോ അത്തരം ഒരു സംഭാഷണത്തിന്? അല്ല, അതിനൊക്കെ അദ്ദേഹം തന്നെയുള്ള കഴിവുള്ള ഒരാളാണ്. ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തെന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന് ഉപദേശിച്ചിരിക്കുന്നത് കോൺഗ്രസിൽ തന്നെ നിൽക്കണം. അതായിരിക്കും എപ്പോഴും അദ്ദേഹത്തിന് നല്ലത്. കോൺഗ്രസിന് ചില നേതൃത്വ ബലഹീനതകൾ ഉണ്ടെങ്കിലും ദേശീയ തലത്തിൽ BJP നേരിടാൻ കഴിയുന്ന പാർട്ടിയായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ആ കാഴ്ചപ്പാട് കോൺഗ്രസ് നേതൃത്വത്തിനില്ല എന്ന് മാത്രം ബലഹീനത. ഇവിടെ തന്നെ പ്രശ്നം എന്താ? അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും, പലരും മുഖ്യമന്ത്രി ശ്രമിക്കും. അതാണോ ആ കാഴ്ചപ്പാടിലാണ് അത് കാണേണ്ടത്? ഒരു കാര്യം എല്ലാവർക്കും അറിയാം, ഈ നിലയിൽ UDF പോവാണെങ്കിൽ കഴിഞ്ഞവിടെ കിട്ടിയ സീറ്റ് പോലും UDF-ന് കിട്ടില്ല. ശരി, വളരെ നന്ദി ശ്രീ KV തോമസ്. പ്രൊഫസർ KV തോമസ് ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പ്രതിനിധിയാണ്. അദ്ദേഹമാണ് സംസാരിച്ചത്. ഡാൻ, ഈ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് തരൂരിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കുമെന്നാണ്. കാരണം തരൂരിന് അതൃപ്തിയുണ്ട്, അത് തരൂർ വളരെ പ്രകടമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വളരെ തുറന്ന് തന്നെ പറയുന്നു, ഇവിടുത്തെ നേതൃപ്രതിസന്ധിയെക്കുറിച്ച് പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് പറയാൻ അദ്ദേഹം ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഏതാണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്നതിൻ്റെ ഒരു അവസാന സ്റ്റെപ്പിലേക്ക് എത്തുന്നു. അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? അതിന് മറ്റൊരു വ്യാഖ്യാനം ഈ ഘട്ടത്തിൽ കൊടുക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. നമുക്ക് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നടക്കം ലഭിക്കുന്ന സൂചനകൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് അദ്ദേഹം കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ നിലവിലെ നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ബദൽ ഫോർമുലയുമായി രംഗത്തെത്തുന്നതിനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനോട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഏത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു അവ്യക്തത ബാക്കിയെന്നത്. അതായത് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി എത്തിയതിനു ശേഷം അദ്ദേഹം തനിച്ച് ഒരു നേതാവുമായിട്ടും ഇതിനോടകം അങ്ങനെ ഒരു ചർച്ച നടത്തിയതായി പുറത്ത് വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ തരൂർ ഉയർത്തിയ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിനാൽ തന്നെയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2022 ഒക്ടോബർ 17 ശേഷം ആദ്യമായിട്ടാണ് ശശി തരൂരും രാഹുൽ ഗാന്ധിയുമായി കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. തരൂർ തന്റെ പലതവണ രാഹുൽ ഗാന്ധിയെ കാണാനായി അവസരം തേടിയിരുന്നെങ്കിലും അത് പല അവസരങ്ങളിലായി പല കാരണങ്ങൾ കൊണ്ട് നിഷേധിക്കപ്പെടുകയായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ
ഇംഗ്ലീഷ് ദിനപത്രത്തിൽ തരൂർ എഴുതിയ ലേഖനം അത് സംസ്ഥാന തലത്തിന് പുറമെ ദേശീയ തലത്തിലും വലിയ തരത്തിൽ ചർച്ചയായി മാറിയതിന് പിന്നാലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ ശശി തരൂരുമായി ചർച്ച നടത്താൻ രാഹുൽ ഗാന്ധി സമ്മതമറിയിക്കുകയും അങ്ങനെ തരൂരിന്റെ തന്നെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ 10 ജൻപതിൽ വെച്ച് കഴിഞ്ഞ ദിവസം നേരിൽ കണ്ട് സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് നേരിൽ കണ്ട് അദ്ദേഹത്തിന്റെ പരിഭവങ്ങളെല്ലാം കേൾക്കുകയും ചെയ്തത്. അതിനുശേഷം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് തരൂരിനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ശ്രമങ്ങളായിരിക്കും ഇനി ഉണ്ടാകുക എന്നതാണ് അറിയാനുള്ളത്. രാഹുൽ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ തരൂർ വീണ്ടും ഇങ്ങനെ അദ്ദേഹത്തിന്റെ നിലപാട് പങ്കുവെക്കുന്നത് എന്നതാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, ഈ ലേഖനത്തിൽ അദ്ദേഹം പ്രധാനമായി എടുത്തു പറയുന്ന കാര്യം ദേശീയ തലത്തിൽ 19% മാത്രമാണ് കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് വിഹിതം. അതുകൊണ്ട് ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയില്ല. അവിടെ അധികമായി ഏതാണ്ട് 26% മുതൽ 27% വരെയായി ഈ വോട്ട് വിഹിതം കോൺഗ്രസ് തന്നെ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതുകൊണ്ടായില്ല. അതിനപ്പുറത്തേക്ക് എതിർ രാഷ്ട്രീയ കക്ഷികളുടെ വോട്ടുകൾ കൂടി, ആ പാർട്ടികളിലെ അനുഭാവികളുടെ വോട്ടുകൾ കൂടി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാലേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. തിരുവനന്തപുരത്ത് അതിന്റെ പ്രകടമായ ഉദാഹരണം തനിക്ക് ലഭിച്ച വോട്ടുകളാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ പരമ്പരാഗത വോട്ടുകൾക്കപ്പുറത്തേക്ക് കോൺഗ്രസ് വിരുദ്ധർ വരെ തന്നോടുള്ള വ്യക്തിപരമായ അടുപ്പം കാരണം തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ശൈലി 2026 അതിനെ മറ്റൊരു തരത്തിൽ വായിച്ചൂടെ? അതായത് ഇപ്പോൾ ഡാൻ പറഞ്ഞതുപോലെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പൊരുതാനാണ് അദ്ദേഹം തീരുമാനിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അതൃപ്തരായ ഗ്രൂപ്പുകളിലെ നേതാക്കളൊക്കെ തരൂരിനെ വിളിക്കുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തരൂർ സജീവമാവുകയാണെങ്കിൽ അവരുടെ ഒരു പിന്തുണ ഉണ്ടാവും. അതിനോട് ചേർത്ത് പറയേണ്ടത് തനിക്ക് ഈ കോൺഗ്രസ് വോട്ടുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു പിന്തുണയുണ്ട്, ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് വേണമെങ്കിൽ പാർട്ടിക്കകത്ത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ട് എന്നതുകൂടി അതിൽ നിന്ന് വായിച്ചൂടെ? അതായത് ലീഗ് ഉൾപ്പെടെയുള്ള UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ തരൂരിന് അനുകൂലമായ ഒരു നിലപാടാണ് പരോക്ഷമായും പ്രത്യക്ഷമായും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൂടി ഒരു പിൻബലത്തിലാണ് തരൂർ അദ്ദേഹത്തിന്റെ നിലപാടിങ്ങനെ ഉറച്ചു പറയുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന് പുറമെ കഴിഞ്ഞ ദിവസം ഈ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ ലീഗ് പ്രതിനിധിയായി PK കുഞ്ഞാലിക്കുട്ടിയും അവിടെ പങ്കെടുത്തിരുന്നു. അത് കൃത്യമായി തരൂർ മുമ്പോട്ട് വെച്ച ആശയങ്ങൾ കോൺഗ്രസിലെ പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ വളർന്നുവരുന്ന യുവതലമുറയിലെ ഒരു വലിയ വിഭാഗം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്നൊരു വിലയിരുത്തലിലാണ് അദ്ദേഹവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും. അതായത് കേവലം രാഷ്ട്രീയത്തിനപ്പുറം വികസന കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കാഴ്ചപ്പാട് വേണം മുമ്പോട്ട് വെക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിലേക്ക് തിരികെ കോൺഗ്രസിന് എത്താൻ കഴിയുകയുള്ളൂ എന്ന നിലപാടാണ് തരൂർ ആവർത്തിക്കുന്നത്. പക്ഷേ അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ പലരും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. അതോടൊപ്പം ഒരു ഒളിയമ്പ് കൂടി ഈ ലേഖനത്തിലുണ്ട്, അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതായത് അദ്ദേഹം പറയുന്നത് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ നിർബന്ധിച്ചിട്ടാണ് താൻ പാർട്ടിയിലേക്ക് വന്നത്, കോൺഗ്രസിലേക്ക് 2009 വരുന്ന സാഹചര്യമുണ്ടായത്. എന്നിട്ട് അതേ നേതാക്കൾ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം പേര് പരാമർശിക്കപ്പെട്ട നേതൃനിരയിൽ ഉൾപ്പെട്ടയാളാണ് രമേശ് ചെന്നിത്തല. അതേ രമേശ് ചെന്നിത്തല തന്നെ തരൂരിനെതിരെ വലിയ വിമർശനവുമായി സംസ്ഥാനത്ത് ഈ ലേഖന വിവാദത്തിന് പിന്നാലെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അത് അവിടെ ഒരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ്. തനിക്ക് കോൺഗ്രസിനെ കൊണ്ട് ആവശ്യമില്ല, കോൺഗ്രസിന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ പ്രയോജനപ്പെടുത്തുക എന്നൊരു മുന്നറിയിപ്പ് നൽകി അദ്ദേഹത്തിന്റെ നിലപാട് ഈ ലേഖനത്തിൽ പങ്കുവെക്കുമ്പോൾ അതിനോട് നേതൃത്വത്തിന്റെ സമീപനം എന്തായിരിക്കുമെന്നറിയാനുള്ള ഒരു വലിയ ആകാംക്ഷ ഉണരും. അവിടെ ഏത് തരത്തിലായിരിക്കും തുടർന്ന് അദ്ദേഹത്തിന്റെ ഈ നിലപാടുകളോട് സംസ്ഥാനത്തെ നേതാക്കളും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധികളും പങ്കുവെക്കുക, എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക, പരസ്യമായി എന്ത് പ്രതികരണം നടത്തും എന്നതാകും ഇനി അറിയാനുള്ളത്. ഡാൻ, ഈ തരൂരിന്റെ പ്രതികരണങ്ങളിൽ തരൂരിന്റെ പരാമർശങ്ങളിൽ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾക്കെതിരെ ഹൈക്കമാൻഡിന് ഒരു വിരുദ്ധ അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ആയുധം കൊടുക്കുകയാണ് ചെയ്തത് എന്നൊക്കെ ഒരു നിലപാട് ഹൈക്കമാൻഡിന് ഉണ്ടെന്നാണ് മുൻപ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ തരൂരിന്റെ കാര്യത്തിൽ വലിയ ഇടപെടലുകൾ സംസ്ഥാനത്ത് നടത്തേണ്ടതില്ല, അത് വേണമെങ്കിൽ, അത് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു, തരൂർ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, ഞങ്ങളൊക്കെ വളരെ ചെറിയവരാണ് എന്ന അദ്ദേഹത്തിന്റെ ഒരു പരോക്ഷ പരിഹാസ പരാമർശവും അതിന്റെ ഭാഗമായിരുന്നു. ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ എന്നോട് തന്നെ ഘടകകക്ഷി നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ശരിയാവില്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ
ഇതിൽ പ്രതികരിക്കാനും പ്രതികരിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയിലാണോ സംസ്ഥാന നേതൃത്വം? അതായത് ഒരു നേതൃത്വത്തിന്റെ അഭാവമുണ്ട്, ഒരു നേതൃപ്രതിസന്ധി സംസ്ഥാന കോൺഗ്രസിലുണ്ട് എന്ന് തന്നെയാണ് തരൂർ ഈ ലേഖനത്തിൽ അസംയുക്തമായി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാനിടയായ സാഹചര്യം എന്ത് എന്നത് വലിയ തരത്തിൽ വരും ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വഴിവെക്കും. അതോടൊപ്പം തരൂർ ഇങ്ങനെ പരസ്യമായ ഒരു നിലപാട് പറയുമ്പോൾ തരൂരിനെ പിന്തുണച്ചുകൊണ്ട് മറ്റേതെങ്കിലും പ്രമുഖർ തരൂരിനൊപ്പമുണ്ടോ എന്ന കാര്യത്തിലും സംശയങ്ങൾ ഉണരും, അഭ്യൂഹങ്ങൾ ഉണരും. കോൺഗ്രസ് ആണ്, പല നേതാക്കന്മാർക്കും പല അഭിപ്രായങ്ങളാണ്. അത് നേരിട്ടല്ല എങ്കിലും മറ്റ് മാർഗങ്ങളിലൂടെയെങ്കിലും മാധ്യമങ്ങളെ അവരെ അറിയിക്കുക സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ തരൂർ ഇങ്ങനെ നേതൃത്വത്തിന്റെ അഭാവം സംസ്ഥാന കോൺഗ്രസിൽ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത് തന്നെ അവിടേക്ക് പ്രതിഷ്ഠിക്കണമെന്ന ഉദ്ദേശത്തോടെയാണോ, അതിനപ്പുറത്തേക്ക് മറ്റാർക്കെങ്കിലും വേണ്ടി തരൂർ നടത്തുന്ന തുറന്ന പോരാട്ടമാണോ ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നതൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. അതോടൊപ്പം തുടർച്ചയായി ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ തരൂർ ഇങ്ങനെ ലേഖനം എഴുതുന്നതിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ തരൂരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ കൃത്യമായി പരാമർശിക്കപ്പെടുന്നതിന്റെ ഉദ്ദേശം അത് സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചർച്ചയായി മാറരുത്. അതിനപ്പുറത്തേക്ക് തരൂർ മുമ്പോട്ട് വെക്കുന്ന നിലപാടുകൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടണം എന്ന കൃത്യമായ ഉദ്ദേശത്തോടെ തന്നെയാണ് ആ ലേഖനങ്ങൾ അല്ലെങ്കിൽ ആ അഭിമുഖങ്ങൾക്ക് അദ്ദേഹം ഇംഗ്ലീഷ് ദിനപത്രങ്ങൾക്ക് അവസരം നൽകുന്നതെന്ന് പറയേണ്ടി വരും. കാരണം തരൂർ മറുവഴി തേടുമോ, തരൂർ കൈപ്പറ്റി വിടുമോ, ഇതൊക്കെ വലിയ തരത്തിൽ ചർച്ചയായി മാറിയ കാര്യങ്ങളാണ്. ഇതിനു മുൻപും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതകൾക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധികൾക്കെതിരെ താൻ പോരാടുമെന്ന് വ്യക്തമാക്കുമ്പോൾ അത് ഒരു കാര്യം ഉറപ്പാണ്. മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എൻ ശ്രീകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ശ്രീകുമാർ, തരൂർ ഉണ്ടാക്കുന്ന തർക്കങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല. ഹൈക്കമാൻഡിനെ കണ്ട് രാഹുൽ ഗാന്ധിയെ കണ്ട് അദ്ദേഹം മടങ്ങിയെത്തിയപ്പോൾ കരുതിയത് തൽക്കാലത്തേക്ക് ഒരു ശമനമാകുമെന്നാണ്. ഇതാ അടുത്ത ഞായറാഴ്ചയായി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് 26-ന് തുടങ്ങാനിരിക്കുന്ന പോഡ്കാസ്റ്റിൽ അദ്ദേഹം നൽകിയ അഭിമുഖമാണ് ഇന്നിപ്പോൾ വാർത്തയായി വരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, എന്നെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, എൻ്റെ പ്രാഗൽഭ്യം ഉപയോഗിക്കുന്നില്ലെങ്കിൽ നോക്കൂ, എനിക്ക് മുൻപിൽ മറ്റ് വഴികളുണ്ട്. നിങ്ങൾ ഇവിടെ ഒരു നേതൃനിരയുടെ അഭാവമുണ്ട്, നേതൃത്വത്തിൻ്റെ അഭാവമുണ്ട്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, എന്നോട് പലരും ഇത് പറയുന്നുണ്ട്, പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും നിന്ന്. രാഹുൽ ഗാന്ധി ഇടപെട്ട് ഇത് തീർന്നു എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ തരൂർ നിർത്തുന്നില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ഒരു എഴുതാനും നന്നായിട്ട് വായിക്കാനും അറിയാവുന്ന ഒരു പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിന് എല്ലാ ഞായറാഴ്ചകളിലും ഓരോ ലേഖനം എഴുതാനും ആ ലേഖനം വഴി വിവാദം ഉണ്ടാക്കി ഒരു പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാനും താല്പര്യമുണ്ടെങ്കിൽ ആ ആൾക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു അജണ്ടയുണ്ട്. ഈ ഞായറാഴ്ച ലേഖനങ്ങൾ കൊണ്ട് തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം ആദ്യം തന്നെ തുറന്നു പറയണം. തുറന്നു പറയാന്ന് വെച്ചാൽ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു, അവിടെ പോയി കണ്ടു. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞതായിട്ട് വാർത്തകളിൽ വന്നു. നമുക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് നേതൃദാരിദ്ര്യം? ഈ നേതൃദാരിദ്ര്യം എന്ന് വെച്ചാൽ ശശി തരൂർ KPCC പ്രസിഡന്റ് ആയാലേ, ശശി തരൂർ മുഖ്യമന്ത്രി ആയാലേ യഥാർത്ഥ നേതൃവൈഭവം ഉണ്ടാകൂ എന്നാണോ? AK ആന്റണി തൊട്ട് താഴോട്ട് നിങ്ങൾ നോക്കൂ, അവരൊക്കെ നേതാക്കളല്ലേ. AK ആന്റണി, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ, VM സുധീരൻ, മുല്ലപ്പള്ളി, എത്ര വേണം? അപ്പൊ ഇവരൊന്നും നേതാക്കളല്ലേ? ഇവരൊക്കെയല്ലേ കേരളത്തിലെ കോൺഗ്രസിനെ പലവട്ടം അധികാരത്തിൽ എത്തിച്ചത്? ഇവരല്ലേ ശശി തരൂരിന്റെ MP ആക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിത്വം കൊടുത്തത്? നേതൃദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഇതുവല്ലോ നടക്കുമോ? പക്ഷെ അപ്പൊ അദ്ദേഹത്തിന് കുറെ കാലമായിട്ട് ശശി തരൂരിനെ അദ്ദേഹം ഒരു അധികാര സ്ഥാനങ്ങളോട് താല്പര്യമുള്ള ആളാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകൾ കാണുമ്പോൾ. അതുകൊണ്ട് അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ഇഷ്ടമല്ല, എനിക്ക് BJPയോട് ഇഷ്ടമല്ലാത്തത് അവരുടെ വർഗീയ താല്പര്യം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു, പിന്നെ എനിക്ക് പറ്റിയ പാർട്ടി കോൺഗ്രസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണോ മഴ കൊണ്ടും വെയിൽ കൊണ്ടും പാർട്ടിയെ വളർത്തുന്നത്, ആ രീതിയിൽ ചിന്തിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്ഥാനം മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ടാണല്ലോ യാതൊരു പാർട്ടി പാരമ്പര്യം ഇല്ലാതിരിക്കുക തന്നെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അന്നും ശശി തരൂരിന്റെ നിലപാടിനെ എതിർത്ത ഒരാളാണ് ഞാൻ. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തെ നന്നായി പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരോടും ജനങ്ങളോടും ആത്മബന്ധം ഉണ്ടാകണമെങ്കിൽ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരണം. അതില്ലാത്തവർക്ക് എന്നും നിലപാട് മാറ്റിക്കൊണ്ടിരിക്കാം. പക്ഷെ അദ്ദേഹം ശ്രീകുമാർ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അത് നിങ്ങൾ ഈ കോൺഗ്രസിന്റെ ഉറപ്പുള്ള 19% വോട്ടിൽ ഉറപ്പിച്ച് നിന്നാൽ
ഇനിയും നിങ്ങൾക്ക് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അത് സത്യത്തിൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം ശരിയായി പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അദ്ദേഹം മുൻകൂട്ടി പറയുന്നു. അതിനെ പോസിറ്റീവായി വേണമെങ്കിൽ എടുക്കാം. അതേസമയം അദ്ദേഹത്തിന് ഏതാണ്ട് ദേശീയ തലത്തിലുള്ള പ്രവർത്തനത്തിനും അപ്പുറം സംസ്ഥാന തലത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് ഇംഗ്ലീഷ് ദിനപത്രം? കേരളത്തിലുള്ളവർ അറിഞ്ഞാൽ പോരാ അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹത്തിന് അത് ദേശീയ തലത്തിൽ എത്തിക്കണം. അതല്ലേ അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യമേ പറഞ്ഞ അദ്ദേഹത്തിന്റെ അജണ്ട എന്താണെന്ന് വ്യക്തമാക്കണമെന്ന്. ഞാൻ പറയുന്നത് കേരളത്തിലെ 19% 20% വോട്ടിന്റെ പ്രശ്നമല്ലല്ലോ. കേരളത്തിലെ UDF അധികാരത്തിൽ വരികയും കോൺഗ്രസ് കഴിഞ്ഞ തവണ കൂടുതൽ 19-ലും 24-ലും MP-മാരെ കൂടുതൽ സംഭാവന ചെയ്യുകയും ഈ അടുത്ത കാലത്ത് നടന്ന പാലക്കാട്ട്, ചേലക്കര മണ്ഡലങ്ങളിലും വയനാട് മണ്ഡലങ്ങളിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും, അതുകൂടി ഞാൻ പറയാണ്, അങ്ങനെ മൊത്തം 9 അസംബ്ലി മണ്ഡലങ്ങളില് 8 UDF അല്ലേ ജയിച്ചത്. വയനാട്ടിലത്തെ 7 LDF അടക്കം. ചേലക്കരയിലെ 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്നും എങ്ങനെയാണ് 12,000 കുറഞ്ഞത്? അപ്പൊ ഇതൊക്കെ കേരളത്തിലെ നേതൃ ഗുണം കൊണ്ടല്ലേ. അപ്പൊ ശശി തരൂരിന് വേറെ ഉദ്ദേശങ്ങളുണ്ട്. അത് നമുക്കതിൽ അറിയാമത്. ഒരാൾക്ക് ഒരു പാർട്ടിയിൽ താല്പര്യം കുറഞ്ഞാൽ ആ പാർട്ടിയിൽ തന്നെ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത്, അദ്ദേഹം വഹിക്കുന്ന ഉന്നത സ്ഥാനമുണ്ട്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അത് ആദ്യം മനസ്സിലാക്കുക ശ്രീജ. ഈ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആകാന്ന് വെച്ചാൽ നിസ്സാര കാര്യമാണത്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ വെച്ചാൽ നയരൂപീകരണ സമിതിയാണ്. അവിടെ അദ്ദേഹത്തിന് അഭിപ്രായം പറയാം, അതാ നിങ്ങൾക്ക് 19% വോട്ടേ ഉള്ളൂ, നമുക്ക് ഇന്ന രീതിയിൽ പെരുമാറണം. അതല്ലാണ്ട് നേതൃദാരിദ്ര്യം ഉണ്ടെന്ന് പറയാനല്ല. നേതൃദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞാൻ നന്നാൽ നേതാവ് ആ ദാരിദ്ര്യം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ. ഇതുകൊണ്ട് ശശി തരൂരിന് അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ലേഖനം എഴുതാൻ കഴിയുന്നത്. പക്ഷെ പാർട്ടി പ്രവർത്തനവും ലേഖനം എഴുത്തും രണ്ടും രണ്ടാണ്. ഒരു കോൺഗ്രസ് നേതാവ്, ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർ നമ്മുടെ ഒരു ലേഖനം എഴുതാനിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് ആദ്യം വരേണ്ടത് പാർട്ടിയുടെ അടിസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കുന്ന വിഭാഗത്തെയാണ്, പ്രവർത്തകരെയാണ്, വോട്ടർമാരെയാണ്. എത്ര വലിയ നേതാവാണെങ്കിലും തിരുവനന്തപുരത്ത് ജയിക്കണമെങ്കിൽ ഒരു സാധാരണ നിരക്ഷരകുക്ഷിയായ വോട്ടറൊക്കെ വോട്ട് ചെയ്യണ്ടേ? ആ വോട്ടർ കോൺഗ്രസ് പതാക പിടിച്ച പാരമ്പര്യമുള്ള ആളായതുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് എത്രയോ പ്രഗത്ഭര് ONV കുറുപ്പ് അടക്കം തോറ്റുപോയിട്ടില്ലേ? അവർക്കൊക്കെ എന്താ വിവരമില്ലാഞ്ഞിട്ടാണോ? അതായത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ശശി തരൂർ സ്വീകരിക്കുന്നതെന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. വളരെ നന്ദി ശ്രീ N. ശ്രീകുമാർ പ്രതികരിച്ചതിന്. എന്തായാലും ശശി തരൂർ അടുത്ത ഞായറാഴ്ച അദ്ദേഹത്തിന്റെ അടുത്ത ലേഖനവുമായി എത്തിയിരിക്കുന്നു. ഫെബ്രുവരി 26-ന് തുടങ്ങാനിരിക്കുന്ന ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം നൽകിയ അഭിമുഖമാണ് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ഇപ്പോൾ ലേഖനമായി വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, എന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ എനിക്ക് മുന്നിൽ മറ്റ് വഴികളുണ്ട്. കേരളത്തിൽ നേതൃദാരിദ്ര്യമുണ്ട്. ഇങ്ങനെ പോയാൽ മൂന്നാമതും ചിലപ്പോൾ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുകയാണ്. എന്തായാലും വിവാദങ്ങൾ തരൂരിനെ സംബന്ധിച്ചൊരു പുത്തിരിയല്ല, അടുത്ത വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. മറ്റു വാർത്തകൾ കൂടി നോക്കാം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക തയ്യാറായി. 81 കുടുംബങ്ങളാണ് 2ാം ഘട്ട പട്ടികയിലുള്ളത്. ദുരന്ത മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ദുരന്ത ബാധിതരുടെ സമരപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പട്ടിക പൂർത്തീകരിച്ചത്. ഇതോടെ ടൗൺഷിപ്പിൽ 323 കുടുംബങ്ങളായി. ആദ്യഘട്ടത്തിൽ 242 കുടുംബങ്ങളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇതോടെ രാവിലെ പൂർണ്ണമാവുകയാണ്. ഇനി ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട്. സ്വാഭാവികമായും തരൂരിൻ്റെ ലേഖനം അടുത്ത വലിയ വിവാദത്തിലേക്കും ചർച്ചകളിലേക്കും ഒക്കെ കടക്കുകയാണ്. ന്യൂസ് ടെൻസ് വിശദമായി ചർച്ച ചെയ്യുന്നു. ഒപ്പം ഇന്നൊരു സൂപ്പർ സൺഡേ ആണ്. എല്ലാവരും ഉറ്റുനോക്കുന്നത് ഉച്ചയ്ക്ക് 2:30 ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്കാണ്. ന്യൂസ് ടെൻസ് കാണാം. ഇടവേളയ്ക്ക് ശേഷം രാവിലെ പൂർണ്ണമാവും.